ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഓ, അമ്മ എല്ലാവർക്കും മനസ്സിലായിണ്ടാവില്ലേ? അപ്പൊ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു ചേട്ടൻ ഇവിടെ ഭയങ്കര മടിയാണ് വീഡിയോയിലേക്കൊക്കെ വരാൻ. പക്ഷെ എനിക്കൊരു മടിയുമില്ല. ഇത് ഞാൻ എന്റെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുത്തോണ്ട്. ഓ, ഇനിയിപ്പോ എന്തായാലേ വീഡിയോ അല്ലേ, ഇനിയിപ്പോ എന്താ കാണിക്കാൻ അത് തന്നെ. നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണ്ടേ, ഇവിടെ രാവിലെ കറണ്ട് വരാം. പിന്നെ ഇതുവരെ ഇട്ടു കറണ്ട് വന്നിട്ടില്ല. വിളിച്ചു പറയുന്നു പറഞ്ഞാണ്. അത് തന്നെ ഇങ്ങോട്ട് കാണിച്ചല്ലേ, അങ്ങോട്ട് തിരിഞ്ഞാൽ മതി. ഏട്ടൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേനോട് വിളിച്ചു പറഞ്ഞോ. പക്ഷെ അന്നേരം അമ്മ വിചാരിച്ചിണ്ടാവും എല്ലാവർക്കും കറണ്ട് പോയപ്പോ പെട്ടെന്ന് നമ്മുടെ ഹൗസ് ഓണർ വീടാണത്. അപ്പൊ അവർക്കും കൂടി കറണ്ട് പോയിട്ടായിരുന്നു. അപ്പൊ ഞാനോർത്തു ഒരുമിച്ച് പോയതല്ല, അപ്പൊ എന്തായാലും വരും എന്ന് വിചാരിച്ചു. പിന്നെ ഞാനും കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഇവന്മാരൊക്കെ സ്കൂളിലായിരുന്നു. അപ്പൊ ഇവര് വന്ന വൈകുന്നേരമാണ്. പിന്നെ ഞങ്ങൾ വന്ന് വൈകുന്നേരം ഞങ്ങളുടെ സ്വന്തം പ്രിയ ഹോട്ടലിൽ പോയിട്ട് ചായ കുടിച്ചു. ഇത് നമ്മുടെ സ്വന്തം 3 ഇഡലിയും ഒരു ചീരയും പരിപ്പും കൂടിയുള്ള പച്ചക്കറി അല്ലേ, അടിപൊളി. സാമ്പാറിൽ തണ്ടൊക്കെ അരിഞ്ഞിട്ട് ഞാനും നന്ദും പഴംപൊരിയും പത്തിരി ഒരു ലൈറ്റ് ചായ. എല്ലാരും മീഡിയം ചായ, ലൈറ്റ് അല്ല, 3 മീഡിയം ചായ ആയിരുന്നു വാങ്ങിയത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വേറെ വിഷയം അതൊന്നുമല്ല, ഞങ്ങള് വീട് മാറാട്ടോ. ഞങ്ങള് വീട് മാറുകയാണ്. കൊറേ സാധനങ്ങളൊക്കെ ഇപ്പൊ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇപ്പൊ കൊറേ സാധനങ്ങളൊക്കെ ഞങ്ങള് മാറ്റി. അപ്പൊ അതിന്റെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. ഇനിയുണ്ട് കൊറേ മാറ്റാൻ. ഇനിയുണ്ട്, കണ്ടമാന സാധനങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നല്ല. അതിങ്ങനെ അലമാര, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കട്ടില്, പിന്നെ ഗ്യാസ് സ്റ്റവ്, അങ്ങനത്തെ ഒക്കെ ഒരു വണ്ടിയില് അതിന് കൊണ്ടുപോയി. അവനെ നെറ്റിയുമ്പോ കൊതുക് പോയി. അപ്പൊ കറണ്ട് ഇല്ല. അപ്പൊ കറണ്ട് ഇപ്പൊ KCB-യിലേക്ക് വിളിച്ചു നോക്കിയിട്ടുണ്ട്. ഞാൻ വിളിച്ചപ്പോ എന്റെ നമ്പറൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന അവര്. ഇനിയിപ്പോ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ വിളിച്ചു നോക്കാം. പിന്നെ നാളെ ശനിയാഴ്ച അല്ലേ, ശനിയാഴ്ച ഇവർക്ക് സാധാരണ കഴിഞ്ഞ ശനിയാഴ്ച 2 ആൾക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു ക്ലാസ്. ഒരു ലീവിന്റെ അല്ലേ, ഒരു ലീവിന്റെ ക്ലാസ്. ഈ ബന്ധു വന്നു. അപ്പൊ ഇന്ന് കറണ്ടൊക്കെ പോയപ്പോ പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചു ഒരു 6:30 ആകുമ്പോ വണ്ടി എടുത്ത് കുറച്ച് ഓടിക്കാന്ന്. നമ്മുടെ വണ്ടി എടുത്തിട്ടില്ല. ഇതൊക്കെ എടുക്കുന്ന സുന്ദരി. ഈ പേരിടുന്ന ഞങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോ ഇത്തിരി നാളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാ മറ്റേ എപ്പോഴും നന്ദനോ, ഞാൻ വിചാരിച്ച ആ പേര് പെട്ടെന്ന് നമ്മളെ 2 വണ്ടി. പിന്നെ അതിന് മുന്നുണ്ടായിരുന്ന ടൂ വീലറിന്റെ പേരും നന്ദനായിരുന്നു. ശരിക്കും ഉണ്ടല്ലോ, ഫസ്റ്റ് ഞാൻ എടുത്ത വണ്ടി 2 വീലർ ആട്ടോ. AU 915 KL11 AU 915 അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് വണ്ടിയുടെ നമ്പർ. പിങ്ക് കളർ റേ ആയിരുന്നു. റേ ആയിരുന്നു. അത് ഞാൻ അടവിന് തന്നെയാണ് എടുത്തത്. 1500 ആയിരുന്നു അതിന്റെ അടവ് വന്നേക്കണേ. പിന്നെ വന്നിട്ട് നമ്മൾ സെക്കൻഡ് എടുത്ത വണ്ടി നമ്മുടെ 4 വീലർ ആണ്. 2 വീലർ മാസ്ട്രോ വേറെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു സെക്കൻഡ് ഹാൻഡ്. അതല്ല നമ്മൾ പിന്നെ എടുത്തേ. രണ്ടാമതെടുത്ത 4 വീലർ. 4 വീലർ നമ്മുടെ മഹീന്ദ്ര ജീത്തോ മിനി വാൻ. അതിന്റെ നമ്പർ വന്നിട്ട് KL11 BN 6469 ആയിരുന്നു അതിന്റെ നമ്പർ വന്നിട്ട്. മാസ്ട്രോയുടെ മാത്രം എനിക്കറിയില്ല കേട്ടോ നമ്പർ. കാരണം മാസ്ട്രോയുടെ വണ്ടി ഞങ്ങള് 2 കൊല്ലം മുമ്പ് മീൻ കച്ചവടമൊക്കെ ചെയ്യുന്ന സമയത്ത് എടുത്തതായിരുന്നു 2 വീലർ. പക്ഷെ അത് സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ട് എന്നും പണിയായിരുന്നു. നോക്കിയെടുക്കാൻ അറിയാഞ്ഞിട്ട് എന്തോ ആണ്. ഞാനത് എൻ്റെ ഒരു ഫ്രണ്ട് വഴി എടുത്തതാണ്. ഞാൻ അങ്ങോട്ട് കുറെ വഴക്കൊക്കെ ഉണ്ട്. പക്ഷെ പൈസ അത്യാവശ്യത്തിന് മറ്റേ 30,000 രൂപ കൊടുത്ത് വാങ്ങിയതാ സെക്കൻഡ് ഹാൻഡ് വണ്ടി. അതാവുമ്പോ അനിയനോടൊക്കെ ചോദിച്ചപ്പോഴേ ഞാനൊരു പെട്ടി വണ്ടി എടുക്കാനായിരുന്നു, 3 വീലർ എടുക്കാൻ തന്നെയായിരുന്നു വിചാരിച്ചത്. മീനിന്റെ ആവശ്യത്തിന് എടുത്തതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് ഞങ്ങൾ തന്നെയാണ്. അപ്പൊ മീനിന്റെ ആവശ്യത്തിന് ഇപ്പൊ എടുക്കാൻ വേണ്ടി വിചാരിച്ചത് പെട്ടി വണ്ടിയായിരുന്നു, 3 വീലർ. അപ്പൊ അനിയനോട് വെറുതെ അഭിപ്രായം ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, എന്തിനാ വെറുതെ അത്രയും വലിയ വണ്ടി എടുക്കണേ. 2 വീലർ ആകുമ്പോ നമുക്ക് സ്വന്തം ആവശ്യങ്ങൾക്കും ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ പുറത്ത് പോകുമ്പോ ഉപയോഗിക്കാലോ. ഫോൺ ശരിക്കല്ല, കുറച്ചും കൂടി വൃത്തിയായിരുന്നു. നന്ദുവാണ് ഫോൺ പിടിക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്റ്റാൻഡൊക്കെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി മാറിനോടത്തേക്ക് കൊണ്ടുവച്ചു പോയി. അപ്പോ അങ്ങനെ നമ്മൾ 2 വീലർ എടുത്തിട്ട് പിന്നെ അവൻ പറഞ്ഞപ്പോ അനിയൻ പറഞ്ഞപ്പോ 2 വീലർ ഞാൻ എടുത്തത്. പക്ഷെ അതെടുത്തപ്പോ എന്നും പണി കിട്ടുമായിരുന്നു. സെക്കൻഡ് ഹാൻഡ് എടുത്ത് എപ്പോഴും കംപ്ലൈന്റ് ആവുക, എപ്പോഴും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോക്കെ ആയിരുന്നു.
അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ അതിൻ്റെ നമ്പർ എനിക്കറിയില്ല. നമ്മൾ ഫസ്റ്റ് 2 വീലർ എടുത്തു, പിന്നെ 4 വീലർ എടുത്തു. അപ്പം രണ്ടും ഫ്രഷ് ആയിട്ട് തന്നെ എടുത്ത് 2 വീലർ എടുക്കാനായിട്ട് മുന്നേ ഒരു ബ്ലാക്ക് കളർ എടുത്ത് പിന്നെ മാറ്റി അത് ഈ മാസ്റ്ററുടെ വണ്ടിയില്ലേ പറയണേ? ചെറിയൊരു വണ്ടി സെക്കൻഡ് വണ്ടിയല്ലേ? അതാ ഞാൻ പറഞ്ഞേ, ഞാൻ സെക്കൻഡ് ഹാൻഡ് വണ്ടിയുടെ കാര്യമല്ല ഇവിടെ പറയണേ. ഞാൻ പറയണത് നമ്മൾ ഫ്രഷ് വണ്ടി എടുത്ത കാര്യം പറയണത്. ഫ്രഷ് വണ്ടി എടുത്തത് ഫസ്റ്റ് 2 വീലർ എടുത്തു, യമഹയുടെ വണ്ടി എടുത്തു. അത് നമ്മൾ ശരിക്കും 5 കൊല്ലം ഉപയോഗിച്ചിട്ടുണ്ട്. അത് നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ശരിക്കും അതെടുത്തിട്ട് ഒരു ദീപാവലിക്ക് തൃശ്ശൂർക്ക് വരെ പോയിട്ടുണ്ട്. നോണ പറയണമെന്നല്ല, സത്യമാണ്. അത് ഇവരെ നിർബന്ധത്തിനാണ് അന്ന് 2 വീലർ എടുത്ത് പോയത്. ബസ്സിന് പോകണ്ട, അന്ന് 4 വീലർ ഒന്നും എടുത്തിട്ടില്ല ഞാൻ. അപ്പൊ ഇവര് പറഞ്ഞു നമുക്ക് 2 വീലർ എടുത്തിട്ട് ബസ്സിന് പോകണ്ട, നമുക്ക് 2 വീലറിന് എടുത്തിട്ട് അങ്ങനെ തന്നെ പോവാന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ ദീപാവലിയായിട്ട് വീട്ടിൽ നിന്ന് പോകണം. അന്ന് ഗംഭീര മഴ, അവിടെ എത്തുമ്പോഴത്തേക്കും ഗംഭീര മഴ. ചാവക്കാട് കുഴിയിലൊക്കെ ശരിക്കും ഞങ്ങള് കുറെ കഷ്ടപ്പെട്ട വീട്ടിലേക്ക് എത്തിയത്. ആകെ നനഞ്ഞ് പൊതർന്ന് ഒക്കെ എത്തി. പിന്നെ അവിടെ ഞാൻ കൊടുങ്ങല്ലൂരൊക്കെ ചേച്ചിയുടെ വീട്ടിലേക്കൊക്കെ പോവേ, അങ്ങനെ കുറെ കറങ്ങുകയൊക്കെ ചെയ്തു. പിന്നെ തിരിച്ച് വീണ്ടും കോഴിക്കോടൊക്കെ എത്തുമ്പോഴത്തേക്കും എനിക്ക് നല്ല നടുവേദനയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ മറ്റേ വണ്ടി എന്താ പറയുക, 4 വീലർ എടുത്തതിന് ശേഷം 2 വീലർ എടുക്കാണ്ടായി. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ആ ടൈമിൽ കരാട്ട ക്ലാസ്സിനൊക്കെ പോകുന്ന സമയത്ത് നമുക്കൊരു ഇതുണ്ടായിരുന്നില്ലേ, ടൂർണമെന്റ് ചെന്നൈയിലേക്ക് ഞങ്ങൾക്ക് ടൂർണമെന്റിന് പോകാണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നൈയിലൊക്കെ പോയി. പിന്നെ കുറച്ച് നാൾ വണ്ടിയൊക്കെ എടുക്കാണ്ടാന്ന് തോന്നുന്നു 2 വീലർ സെൽഫ് അടിയാണ്ടായി. പിന്നെ ഞങ്ങൾ നന്നാക്കാൻ കൊടുത്തപ്പോൾ 4000 രൂപയുടെ ബില്ല് തന്നെ. അപ്പം പിന്നെ ഞാൻ ഓർത്തു വലിയ വണ്ടിയിൽ തന്നെയാണ് ഞാൻ എല്ലാ കാര്യങ്ങൾക്കും പോയി വരുമ്പോൾ സാധനങ്ങൾ മേടിക്കായാലും ഒക്കെ വലിയ വണ്ടിയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം 2 വീലർ വെറുതെ ഇരുന്ന് ഇങ്ങനെ വിടക്കാവല്ലെന്ന് വെച്ചിട്ട് നമ്മൾ കൊടുത്തു. അത് എനിക്ക് തോന്നുന്നു ഭയങ്കര നഷ്ടത്തിനാണ് കൊടുത്തത്. എന്നുവെച്ചാൽ നന്നായി നല്ല വണ്ടിയായിരുന്നു, വെയ്റ്റ്ലെസ് ആണ്, പക്ഷെ നല്ല വണ്ടിയാണ്. അത് 17,000 രൂപയ്ക്കാണ് കൊടുത്തത്. അതെന്താ 60-70 എന്താ കൊടുത്തിട്ട് ആ സമയത്ത് വാങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. 70 എത്രയെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ കൊടുത്തത് 17,000 രൂപയ്ക്കാണ്. പിന്നെ പപ്പടമൊക്കെ വണ്ടി എടുക്കുന്ന സമയമായപ്പോഴൊക്കെ പറഞ്ഞു നമ്മൾ കൊടുക്കണത് അറിയെങ്കിൽ അവർക്ക് വാങ്ങിയിരുന്നു. കാരണം കൈമാറിയൊന്നും ഓടിക്കാറില്ല, ഞാൻ ആർക്കും കൊടുക്കാറില്ല വണ്ടി. പിന്നെ നല്ല കളറാണ്, പിന്നെ പിങ്ക് കളർ വണ്ടിയാണ്, നല്ല വണ്ടിയാണ്. പിന്നെ അതുപോലെ നമ്മൾ നന്നായി കൊണ്ടു നടന്നൊരു വണ്ടിയാണ്, അങ്ങനെ പോറലോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അതങ്ങനെ കൊടുത്തു. പിന്നെ നമ്മൾ ജീത്തോടെ വണ്ടി എടുത്ത് ചായ കച്ചവടം മാർക്കറ്റിൽ, പിന്നെ ഒരു 3 കൊല്ലം സ്കൂൾ ട്രിപ്പ്. ചായ കച്ചവടം ശരിക്കും ഒരു 3 കൊല്ലത്തോളം ഞാൻ ചെയ്തു. പിന്നെ സ്കൂൾ ട്രിപ്പ് ഒരു 3 കൊല്ലം ചെയ്തു. പിന്നെ തൃശ്ശൂരൊക്കെ പോകുമ്പോൾ നമ്മുടെ ജീത്തോടെ വണ്ടിയിലാണ് പോവുക. പിന്നെ അതിൻ്റെ ഇടയ്ക്കിൽ ഇപ്പോൾ എടുത്തതാണ് ഈ ഒരു ഓട്ടോറിക്ഷ. CC ഇറങ്ങിയപ്പോൾ 1-2 പേരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു ഇലക്ട്രിക്കിൻ്റെ വണ്ടി എടുത്തു. 1-2 പേരല്ല, 3-4 പേര് പറഞ്ഞിട്ടുണ്ട് അഭിപ്രായം. ഇങ്ങനെ പറഞ്ഞു നല്ല വണ്ടിയാണ് എടുത്താൽ. മാമനോടൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല ആ സമയത്ത്. മാമനോട് ചോദിച്ചിട്ടില്ല. പക്ഷെ നമ്മളിവിടെ മാർക്കറ്റിൽ നിന്ന് തന്നെ ഒരു 3-4 പേര് പറഞ്ഞിരുന്നു നല്ലതായിരിക്കും. പിന്നെ അതുപോലെ ചായക്കൊക്കെ പോകുമ്പോൾ ഉറക്കം പോകണ്ട, ഇതാകുമ്പോൾ പണി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. CC ഉള്ളത് കൊണ്ട്, സിറ്റി പെർമിറ്റ് ആണല്ലോ, അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഓട്ടം ഉണ്ടാവും എന്നുള്ളൊരിതിൽ ഇതെടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് 2 വണ്ടിയും കൂടി ഒരു ബുദ്ധിമുട്ട് പോലെ. ഇപ്പോൾ സ്കൂൾ ട്രിപ്പ് കഴിഞ്ഞ് ഓടി വന്ന് ഇതെടുത്തിട്ട് പോകണം, അത് ഇവിടെ ഇട്ടിട്ട് അങ്ങനെ മാറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ കൊടുക്കാമെന്ന്. പിന്നെ ആ വണ്ടിക്ക് ഇപ്പം നല്ല ഡിമാൻഡ്. ഞാൻ 349 എടുത്ത വണ്ടിയായിരുന്നു. ഞാൻ 5 കൊല്ലം ഗംഭീരമായിട്ട് ഉപയോഗിച്ചു. മീൻ കച്ചവടവും ചായ കച്ചവടവും സ്കൂൾ ട്രിപ്പും പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോക്കും വരവും, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അടുക്ക കച്ചവടം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടിയായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ 349 എടുത്ത വണ്ടി 3 ലക്ഷത്തിന് കിട്ടിയപ്പോൾ കൊടുത്തു. ഇപ്പം ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. ഇപ്പം ഇത് വന്നിട്ട് നമ്മുടെ KL11 BZ 2087 ഇതിൻ്റെ ഒരു നമ്പർ പ്ലേറ്റ്. അപ്പോൾ ഇതാണ് വണ്ടിക്കഥ. ഇപ്പം എനിക്ക് തോന്നുന്നു 4 വീലർ എടുക്കണം എന്നുള്ളത് തന്നെ. വണ്ടി ആ ഒരു ഓടിച്ച് ഉള്ളൊരു ടച്ചൊക്കെ പോകൂലേ, അപ്പം അത് വിചാരിക്കുന്നുണ്ട്. ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനെയുള്ളൊരു ഇത് കിട്ടുകയാണെങ്കിൽ എടുക്കണം. എനിക്ക് തോന്നുന്നു നല്ലതായിരിക്കുന്നു. പിന്നെ വണ്ടി കൊടുത്തതിന് ശേഷം ഞങ്ങൾ പെട്രോൾ പമ്പിൽ കയറിയിട്ടേ ഇല്ല. സത്യം, അത് കറക്റ്റാണ്. അതൊരു പോയിന്റാണ്, വലിയ പോയിന്റ് അത്. കാരണം മറ്റേ വണ്ടിയാകുമ്പോൾ നമ്മളെപ്പോഴും പമ്പിൽ പോയി ഡീസലൊക്കെ അടിക്കാൻ കയറുന്നത്. അത് ഡീസൽ വണ്ടിയാണ്. ഇത് പിന്നെ കറണ്ടിൻ്റെ ആയതുകൊണ്ട് ചാർജ് ചെയ്യുക വീട്ടിൽ തന്നെയാണ്. പമ്പിലൊക്കെ പോയ കാലം മറന്നു. ഇപ്പം എനിക്ക് 5-6 മാസമായില്ലേ വണ്ടി കൊടുത്തതിന് ശേഷം പോയിട്ടേ ഇല്ല. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ അത്രയും പുതിയതായിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഞായറാഴ്ചയാണ് ഞങ്ങൾ വീട് മാറുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ.
കറണ്ട് വന്നിട്ടില്ല, ഞങ്ങൾ കേട്ടിട്ടാണ്. പിന്നെ നമ്മുടെ പതിവ് ഡയലോഗ്, ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പറയും. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ചാനൽ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമന്റ്. ഷെയർ ഇപ്പോൾ വേണ്ട, തൽക്കാലം ഞങ്ങൾക്ക് ലൈക്ക് മതി. ലൈക്കും സബ്സ്ക്രൈബേഴ്സിനും മതി. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. വീണ്ടും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ഓക്കെ, ബൈ.